ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നടന്ന കാര്യങ്ങളെല്ലാം ടീച്ചർ അമ്മ മേരിക്കുട്ടി ടീച്ചറെ വിളിച്ച് പറയുന്നുണ്ട്. മഹേഷിനും രാധയ്ക്കും ഒരു ദയവുമില്ലാതെ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് നന്നായെന്നും പണ്ടേ ഞാൻ രണ്ടെണ്ണത്തിനും ഓങ്ങി വെച്ചതാണെന്നും നിന്നെ വിചാരിച്ച് മാത്രമാണ് വേണ്ടാന്ന് വെച്ചതെന്നും മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട്. ടീച്ചറമ്മ അപ്പോഴേക്കും ടെൻഷനോടെ പറയുന്നുണ്ട്, എടി എന്തോ വലുത് എനിക്ക് മുന്നേ വരാനുണ്ടെന്നൊരു തോന്നൽ. എന്ത് വന്നിട്ടായാലും ശരി പോയിട്ടായാലും ശരി നിനക്ക് പഴയതുപോലെ ജീവിക്കാൻ കഴിയണ്ടേ, എനിക്കത് മാത്രമേ ഉള്ളൂ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും അത് നീ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല മേരിയെന്ന് സരസ്വതി ടീച്ചറും പറയുന്നുണ്ട്. എന്തായാലും നീ ലക്ഷ്മി പോകുന്നതിന് മുന്നേ ഒന്ന് കണ്ട് സംസാരിച്ച് അവളെ ഒന്ന് സമാധാനപ്പെടുത്ത് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള പഴയ വഴികളൊക്കെ അടഞ്ഞെന്നും ഏണിയൊക്കെ മഹേഷ് എടുത്ത് മാറ്റിയെന്നും ടീച്ചറമ്മ പറയുന്നുണ്ട്. സാരമില്ലെന്നും ഒരു വഴി അടയുമ്പോൾ 9 വഴി തുറക്കുമെന്നും നീ സമാധാനമായിട്ടിരിക്കെന്നും മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് ടീച്ചറമ്മ കോൾ വയ്ക്കുന്നുണ്ടേ. പിന്നീട് രാത്രിയാവുമ്പോൾ വീണയെ കനി തൻ്റെ ബുള്ളറ്റിൽ സന്തോഷിൻ്റെ വീട്ടിലെത്തിക്കുന്നതാണ് കാണിക്കുന്നത്. അവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അവർ രണ്ടുപേരും കൂടി സിറ്റൗട്ടിലേക്ക് വന്നു കയറുമ്പോഴേക്കും പോറ്റി ചൊറിയാൻ തുടങ്ങുന്നുണ്ട്. പണ്ടൊക്കെ പെൺപിള്ളേരെ നേരത്തെ വീട്ടിലെത്തും, അവരാ സന്ധ്യാദീപം വെക്കുന്നത്. ഓർമ്മയുണ്ടോ മണി എന്ന് പോറ്റി മണിയോടായി ചോദിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ പണ്ടായിരുന്നെങ്കിലേ പെണ്ണുങ്ങളൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു എന്ന് കനിയും. കാലം മാറുമ്പോൾ എല്ലാം മാറത്തില്ലേ മാമ, അതൊക്കെ നല്ലതല്ലേ അല്ലേ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും ഞാൻ പെൺപിള്ളേരുടെ കാര്യമാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പോറ്റി കനി ആകെ ഒന്ന് നോക്കിക്കൊണ്ട് ഇതെന്ത് കോലം എന്ന് ചോദിക്കുന്നുണ്ട്. മീശ വെക്കാത്ത ആണാണെന്ന് കൂട്ടിക്കോ, മാമന്റെ പ്രശ്നം തീർന്നില്ലേ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും ഇക്കാലത്തെ പെൺപിള്ളേരെ സ്വന്തം കെട്ടിയോന് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല. ദേ ഇവിടൊന്നും കണ്ടില്ലേ, കയറില്ലാത്ത പയ്യനെ പോലെ പോയ പോക്ക് എന്ന് വീണയെ കൊള്ളിച്ചോണ്ട് പോറ്റി പറയുമ്പോഴേക്കും മക്കളെ നിങ്ങൾ അകത്തേക്ക് കയറി പോകാൻ നോക്കെന്ന് സന്തോഷിന്റെ അച്ഛൻ പറയുന്നുണ്ട്. അവർ പോവാനായി തുടങ്ങുമ്പോഴേക്കും അതെന്ത് പണിയാ നടേശ, ആണുങ്ങൾക്കൊരു വ്യവസ്ഥ വേണ്ടേ, വീട്ടിലെ ആണുങ്ങൾക്ക് ചുണയുണ്ടെങ്കിലേ പെൺപിള്ളേരെ സമയത്തും കാലത്തും വീട്ടിൽ കയറത്തുള്ളൂ. ഇവിടെ ഒരു കുഞ്ഞൂട്ടൻ പെണ്ണുങ്ങളെ കണ്ടപ്പോ പേടിച്ച് പമ്മി നിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിനോടായി നീ അറിഞ്ഞിട്ടാണോ സന്തോഷെ ഇവർ വൈകിയതെന്ന് പോറ്റി ചോദിക്കുന്നുണ്ട്. അറിഞ്ഞിട്ടില്ലെന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ഇത് നിന്റെ പ്രശ്നം തന്നെയാ സന്തോഷേ, വൈകുന്നത് ചോദിക്കാതാവുമ്പോ തോന്നിയ പാടാവും. നേരത്തും കാലത്തും വീട്ടിൽ കയറാത്ത പെൺപിള്ളേരാ ഒടുവിൽ ചീത്തപ്പേരുണ്ടാക്കുന്നത് എന്നൊക്കെ പോറ്റി പറയുമ്പോഴേക്കും മാമ അതെ ഇവളെ കയറി അങ്ങ് എന്തും പറയാമെന്ന് വിചാരിക്കരുത്, ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നും വിചാരിക്കരുത് എന്ന് കനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ചോദിക്കാൻ അവകാശമുള്ളവനല്ലേ ഈ നിൽക്കുന്നത് എന്ന് സന്തോഷിനെ ചൂണ്ടിക്കൊണ്ട് പോറ്റി പറയുന്നുണ്ട്. കനി അപ്പോഴേക്കും സന്തോഷിനോടായി സന്തോഷേട്ടാ സ്നേഹിച്ച പെണ്ണിനെ ഏതെങ്കിലും അമ്മാവന്മാരിങ്ങനെ ദുഷിപ്പ് പറയുന്നതും കേട്ടോണ്ട് നിന്നാ മതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഏതെങ്കിലും അമ്മാവനാണോ ഡി മൊട്ടച്ചി എന്ന് പോറ്റി ദേഷ്യപ്പെടുന്നുണ്ട്. ദേ എൻ്റെ അടുത്ത് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ജോണേട്ടൻ്റെ അടുത്തൊന്ന് കിട്ടിയ പോലെ ആവില്ല, ഞാനേ കുങ്ഫുവാ എന്ന് കനി പറയുമ്പോഴേക്കും എന്താടി നീ തല്ലുവോ എന്ന് പോറ്റി ചോദിക്കുന്നുണ്ട്. ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത് എന്ന് കനി പറയുന്നത് കേട്ട് പോറ്റിയുടെ വായടഞ്ഞു പോകുന്നുണ്ട്. കനിയപ്പോഴേക്കും സന്തോഷിനോടായി സന്തോഷേട്ടാ നിങ്ങൾക്ക് ഉശിരില്ലാത്തോണ്ടാ എനിക്കിത് ചോദിക്കേണ്ടി വന്നതിപ്പോ, ഒരാണും തന്റെ പെണ്ണിനെ ഇതുപോലെ തെറി പറയുന്നതും കേട്ടോണ്ട് നിക്കത്തില്ല എന്ന് പറയുമ്പോഴേക്കും ആകെ ദേഷ്യത്തോടെ മണി കൈവരിന്ന് എണീറ്റോണ്ട് എന്താടി കുഞ്ഞൂട്ടൻ അണ്ണനെ അടിക്കണമെന്നാണോ നീ പറയുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ആണുങ്ങളാണെങ്കിലേ 2 എണ്ണം അങ്ങ് കൊടുക്കും എന്ന് കനി പറയുമ്പോഴേക്കും ഓ അപ്പോഴേക്കും നീ സ്വഭാവ സർട്ടിഫിക്കറ്റും അങ്ങ് കൊടുത്തല്ലോ, വല്ലയിടത്തും കറങ്ങി തുള്ളി വരുന്ന പെണ്ണിന്റെ കാര്യം അണ്ണൻ പിന്നെ എങ്ങനെ പറയണം എന്ന് മണി ചോദിക്കുന്നുണ്ട്. അയ്യോ നിങ്ങൾ ഇതിൽ കൂടുതൽ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട എന്ന് കനി വീണ്ടും എതിർത്ത് പറയുമ്പോഴേക്കും വീണ കനിയെ പിടിച്ചു വലിച്ചോണ്ട് കനി നീ വീട്ടിൽ പോ എന്ന് പറയുന്നുണ്ട്. നീ പറഞ്ഞത് കേട്ടപ്പോളേ ഞാൻ ഇത്രയങ്ങ് പ്രതീക്ഷിച്ചില്ല എന്ന് വീണയോടായി പറഞ്ഞോണ്ട് സന്തോഷേട്ടാ തൃപ്തിയായിട്ടോ എന്നവൾ പറയുമ്പോഴേക്കും വീണ പിന്നെയും അവളെ പിടിച്ചു വലിച്ചോണ്ട് കനി നീ വീട്ടിൽ പോവാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞോണ്ട് കനിയെ പറഞ്ഞയക്കുന്നുണ്ട്. ഇത് എവിടുന്ന് വരുന്നടാ ഇത് എന്ന് പോറ്റി സന്തോഷിനോടായി ചോദിക്കുമ്പോഴേക്കും വീണ ദേഷ്യത്തോടെ സന്തോഷിനെ നോക്കുന്നുണ്ട്. സന്തോഷം തിരിച്ച് ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും വീണ അകത്തേക്കായി കയറി പോകുന്നുണ്ടേ. അപ്പോഴേക്കും പോറ്റി പറയുന്നുണ്ട് അവൾ ഇവനെ നോക്കി വിറപ്പിച്ചത് കണ്ടോ, കാലം തന്നെ മണി, പെൺഭരണം കാലമില്ല, ലോകം തീരാറായി എന്ന് പോറ്റി പറയുമ്പോഴേക്കും മണിയും ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ടേ. പിന്നീട് വെൽനസ് സെന്ററിലെത്തി ഫ്രഷായി കഴിഞ്ഞ ലക്ഷ്മി റെജിയോടായി പറയുന്നുണ്ട്, റെജി നടന്നതെല്ലാം നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, ശിവരാമേട്ടൻ അറിഞ്ഞാൽ നിനക്കറിയാലോ ഒരു നിമിഷം അവൾ അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴേക്കും അത് തനിക്കറിയാമെന്ന് റെജിയും. അവളിങ്ങനെ അവിടെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല, പിന്നെ അവള് മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടാ
അവരുടെ കുടുംബം തകരും എന്നൊക്കെ പറഞ്ഞോണ്ടാ ഞാൻ അവളെ വെറുതെ വിട്ടത് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായപ്പാ എന്ന് റെജി പറയുമ്പോഴേക്കും അവളുടെ കുടുംബം തകരാൻ ഞാൻ കാരണമാവരുതല്ലോ. പിന്നെ ശിവരാമേട്ടൻ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതും വരുന്ന കോൾ അറ്റൻഡ് ചെയ്യുന്നതുമൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ശ്രദ്ധിക്കാമെന്ന് റെജിയും പറയുന്നുണ്ടേ. പിന്നീട് സന്തോഷിന്റെ വീട്ടിൽ സന്തോഷിന്റെ റൂമിൽ ആകെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വീണയാണ് കാണിക്കുന്നത്. സന്തോഷ് റൂമിലേക്ക് വരുമ്പോഴേക്കും വീണ ഡോർ അടച്ച് കുറ്റിയിടുന്നുണ്ട്. ഇവിടെ എനിക്കെതിരെയുള്ള കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കേട്ടില്ലെന്ന് വെക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവൊക്കെ എനിക്കിപ്പോ ഉണ്ട്. പക്ഷെ അതുപോലെയാണോ സന്തോഷേട്ട കനികയൊക്കെ പറയുന്നത്? അവൾ എന്റെ കൂടെ വന്നതല്ലേ, അപ്പോ അവൾ ഈ വീടിന്റെ ഗസ്റ്റ് അല്ലേ? അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മോശമല്ലേന്ന് വീണ ചോദിക്കുന്നുണ്ട്. അതെ, കനിക ചില്ലറ അഭ്യാസമാണോ അവിടെ കാണിച്ചത്? എന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് വീണ കേട്ടതല്ലേ എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട്. അത് അഭ്യാസം, ആ ഇടങ്കോല് പറഞ്ഞതൊന്നും സന്തോഷേട്ടൻ കേട്ടില്ലേ? അയാളാ യഥാർത്ഥത്തിൽ സന്തോഷേട്ടനെ ഇൻസൾട്ട് ചെയ്തത് എന്ന് വീണ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അവർക്കൊക്കെ എന്നെ പറയാനുള്ള അധികാരമുണ്ട് എന്ന് സന്തോഷം പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയാണല്ലേ, ചീത്ത പറയാൻ അധികാരമുള്ളവരും ഇല്ലാത്തവരും, അതാ പ്രശ്നമല്ലേ എന്നും വീണ ചോദിക്കുന്നുണ്ട്. വീണ എവിടെ പോയിന്നും എന്തുകൊണ്ട് വൈകിയെന്നും ചോദ്യം ചെയ്യാത്തത് എന്റെ മര്യാദ. പക്ഷേ അക്കാര്യം ഞാൻ ചോദിച്ചില്ലെങ്കിലും പറയുന്നതാ വീണ അതിന്റെ ഒരു ഭംഗി. അങ്ങനെയായിരുന്നെങ്കിലേ ഇവരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു ബോധ്യത്തിൽ നിൽക്കായിരുന്നു. ഇതിപ്പോ ഞാനൊരു പോഴനാണെന്ന് എല്ലാവരെ കൊണ്ടും വീണയ്ക്ക് പറയിപ്പിക്കണം. അവളെ നിലയ്ക്ക് നിർത്താനുള്ള യോഗ്യതയില്ലാത്തവനാണെന്ന് പരിഹസിക്കണം അല്ലേ എന്ന് സന്തോഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും എന്നെ നിലയ്ക്ക് നിർത്തുമ്പോൾ സന്തോഷേട്ടൻ യോഗ്യനാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. എനിക്ക് ആരെയും നിയന്ത്രിക്കണമെന്നില്ല, പക്ഷേ പരസ്പരം കാര്യങ്ങൾ അറിയിക്കണ്ടേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി കുഞ്ഞ് വിളിച്ചപ്പോ എനിക്കൊന്ന് പോവേണ്ടി വന്നു. അതുകൊണ്ടാ എന്നോടുള്ള സ്നേഹം ഒരു സ്വന്തമാക്കല സന്തോഷേട്ടന്. ജോലി സ്വന്തമാക്കിയതുപോലൊരു സ്വപ്നം. സ്നേഹമെന്ന ഒപ്പം നിൽക്കല, മനസ്സിലാക്കല. സന്തോഷേട്ടൻ കൂടുതൽ മനസ്സിലാക്കുന്നത് സ്വന്തം വീട്ടുകാരെയാ. ഞാൻ ഇപ്പോഴും സന്തോഷേട്ടന്റെ സ്വന്തമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ, എന്റെ പ്രിയപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് വന്നാ സന്തോഷേട്ടൻ അത് പൊള്ളും. എന്നോട് മടുപ്പോ വെറുപ്പോ തോന്നുന്നുണ്ടെങ്കിൽ എന്നോടത് പറയണം. അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ അത് ബാധിക്കും. ഒരാൾക്കൊരു മടുപ്പും ബാധ്യതയുമായി തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വീണ തീർത്ത് പറയുമ്പോഴേക്കും സന്തോഷം ഒന്നും പറയാനാവാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന ഭാർഗവനെയും കൂട്ടരെയുമാണ്. അവരുടെ കാർ മുറ്റത്ത് നിർത്തുമ്പോഴേക്കും എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണം വാ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് രാധയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഭാർഗവൻ അപ്പോഴേക്കും മഹേഷിന്റെ അടുത്തേക്ക് വന്ന് എന്ത് പരിപാടിയാ മരുമോനെ ഈ കാണിച്ചത്? നിന്റെ നേർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് രേണു എത്ര തവണയാ നിന്നെ വിളിച്ചത് എന്ന് മഹേഷിനോടായി ചോദിക്കുമ്പോഴേക്കും മാമ ആകെ പെട്ടുപോയി മാമ. ലക്ഷ്മിക്കുഞ്ഞ് വന്ന് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്നൊരു തളർച്ച. പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടി കുഞ്ഞെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് മഹേഷ് പറയുമ്പോഴേക്കും എന്ത് പറ്റി മോനെന്ന് രേണുവിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടക്കുവാണല്ലോ, ചെറിയൊരു BP വേരിയേഷൻ വന്നതാ. പിന്നെ പ്രഷർ നോർമലാവുന്നത് വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ തിരിച്ചിവിടെ എത്തിയപ്പോഴേക്കും ശരിക്കും വൈകി എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഭാർഗവനും ഭാര്യയും അകത്തേക്കായി പോകുന്നുണ്ടേ. അത് കേട്ടോണ്ട് വന്ന രേണുവും മഹേഷിനോടായി പിന്നീടാണെങ്കിലും കാര്യം വിളിച്ച് പറഞ്ഞൂടെന്ന് ചോദിക്കുന്നുണ്ട്. വന്നിട്ട് വിളിച്ചപ്പോൾ കിട്ടിയില്ല, അത് പിന്നെ നിങ്ങൾ വണ്ടിയിൽ ട്രാവലിലായോണ്ടായിരിക്കും എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അത് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നും പറഞ്ഞ് മഹേഷിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് രേണുവും അകത്തേക്കായി പോകുന്നുണ്ടേ. രാധ അപ്പോഴേക്കും മഹേഷിനോടായി പറയുന്നുണ്ട്, മഹേഷേ കാര്യമാക്കണ്ട, പോട്ടെടാ സാരല്ലാന്ന്. അങ്ങോട്ട് വന്ന കല്ലുവിനോടും കാവ്യയോടും ഋതുവിനോടുമായി അമ്പലമൊക്കെ എങ്ങനെയുണ്ടെന്ന് രാധ ചോദിക്കുന്നുണ്ട്. കാവ്യ അപ്പോഴേക്കും പറയുന്നുണ്ട്, ഫോറസ്റ്റിന്റെ അടുത്തായിട്ട് അമ്പലം, അടിപൊളി സീനറി ആയിരുന്നു. അത് കേട്ട മഹേഷൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ സീനറിയും കണ്ടിങ്ങ് പോന്നു, പ്രാർത്ഥിച്ചില്ലേ? നന്നായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പറഞ്ഞതുപോലെ ആനമുട്ട കിട്ടും കേട്ടോ. ഇത് കേട്ട് ആനമുട്ട കിട്ടിയ വലിയൊരു ബുൾസൈ ഉണ്ടാക്കായിരുന്നു എന്ന് കാവ്യയും. അത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോഴേക്കും അതിലും അവള് ഫുഡ് കണ്ടുപിടിച്ചു. ഈ അകത്തോട്ട് പോകുന്നതൊന്നും പുറത്തോട്ട് കാണുന്നില്ലല്ലോ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. പുറത്തൊന്നും കാണൂല, അകത്ത് സ്ട്രോങ് ആണെന്ന് കാവ്യ പറയുമ്പോഴേക്കും എന്നിട്ട് നിന്റെ അൽഫാം കിട്ടിയോ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. കിട്ടി, അടിപൊളി എന്ന് കാവ്യ പറയുമ്പോഴേക്കും നിന്റെ കുഴിമന്തിയോടാന്ന് മഹേഷ് ഋതുവിനോടായി ചോദിക്കുന്നുണ്ട്. സൂപ്പർ എന്ന് ഋതു പറയുമ്പോഴേക്കും അവൻ മുഴുവനും കഴിച്ചില്ല മാമ എന്ന് കാവ്യ പരാതി പറയുന്നുണ്ട്. ഉവ്വോ, അവന് നിന്നെപ്പോലെ ആനമുട്ടയുടെ പുൾസയടിക്കാനുള്ള വയറൊന്നുമില്ല, കുഞ്ഞു വയറ് അറിയോ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് കാവ്യയും. അപ്പോഴാണ് കല്ല് പറയുന്നത് ഒരു വെടിക്കെട്ട് തീർന്ന പോലെ അല്ലേന്ന്. അത് കേട്ട മഹേഷ് സംശയത്തോടെ രാധയെ നോക്കുമ്പോഴേക്കും കല്ലു കാവ്യയും ഋതുവിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ടേ. മഹേഷ് അപ്പോഴേക്കും തന്റെ കവിളിൽ തൊട്ടു നോക്കിക്കൊണ്ട് അവൾ എന്താ അർത്ഥം വെച്ച് സംസാരിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ, അവൾക്ക് എന്തേലും പിടി കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ
പറയാൻ പറ്റില്ല, കാഞ്ഞ കക്ഷികളാണെന്ന് രാധയും പറയുന്നുണ്ട്. അവർ രണ്ടുപേരും സിറ്റ് ഔട്ടിലേക്ക് കയറാനായി തുടങ്ങുമ്പോഴേക്കും അകത്തെ തളത്തിലെ കൈവരിയിലിരുന്ന് ഭാർഗവൻ വിളിച്ചു പറയുന്നുണ്ട്, മരുമോനെ, നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി ടീച്ചറുടെ സഹോദരിയെ ഒന്ന് കാണാമെന്ന്. ഇവിടെ വന്ന് വയ്യാതായതല്ലേ എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും അത് ശരിയാ, ശിവരാമേട്ടനെയും കാണാലോ, രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് രേണുവിൻ്റെ അമ്മ പറയുന്നത് കേട്ട് കല്ലുവും സംശയത്തോടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടി ഇന്നത്തെ പോലെ ഒന്ന് ഇറങ്ങാം, അവർക്ക് വലിയ കാര്യമായിരിക്കും, എല്ലാവരും കാണാൻ കൂടി വേണ്ടിയല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയത് എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും അത് ശരിയാ, അവരൊക്കെ ഇനി എപ്പോൾ വരാനാ എന്ന് രേണുവിൻ്റെ അമ്മ കൂടി പറയുമ്പോഴേക്കും സംശയത്തോടെ നിന്ന കല്ലോ മഹേഷിന്റെ അടുത്തേക്കായി വന്നോണ്ട്, മാമ, ഞാൻ വന്നപ്പോൾ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ, ഈ ഇടത്തെ കവിളെന്താ ചുവന്നു കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. മഹേഷ് എന്തു പറയണമെന്നറിയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും കല്ലു സംശയത്തോടെ അവനെ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ. മഹേഷ് അപ്പോഴേക്കും തൻ്റെ കവിള് കാണിച്ചുകൊണ്ട് കണ്ടറിയോ എന്ന് രാധയോടായി ചോദിക്കുന്നുണ്ട്. ഏയ്, ഞാൻ നേരിട്ട് കണ്ടോണ്ടറിയാം, അല്ലെങ്കിൽ പിടികിട്ടത്തൊന്നുമില്ല എന്ന് രാധ പറയുമ്പോഴേക്കും പിന്നെ അവൾ പറഞ്ഞതോ എന്ന് മഹേഷും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. ആർക്കറിയാം എന്ന് രാധയും. പിന്നീട് ശിവരാമേട്ടനെ കാണാനായി ശിവരാമേട്ടന്റെ റൂമിലേക്ക് ചെല്ലുന്ന ലക്ഷ്മിയെയും റജിയുമാണ് കാണിക്കുന്നത്. അവിടെ കട്ടിലിൽ കിടക്കുകയായിരുന്നു ശിവരാമേട്ടൻ. ഭാര്യ ലിലിക്കുട്ടി അരികെ തന്നെയുണ്ട്. ലക്ഷ്മിയെ കണ്ടതും ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട്, ലച്ചു, എന്തുവാടി ഇത്, ഇവനെയും കൊണ്ട് കറങ്ങലാണോ നിന്റെ ഇവിടുത്തെ ചികിത്സ? അത് കേട്ട് ലച്ചുവും പറയുന്നുണ്ട്, ഒരാളെ കാണാനുണ്ടായിരുന്നു, ഇനിയൊരിക്കലും കാണില്ലെന്നു കരുതിയ ഒരാളെ. ആണോ? ഇവിടുത്തെ ധർമ്മൻ ഡോക്ടർ നിങ്ങൾ വൈകിയപ്പോൾ അടിമുടി പരിശോധിച്ച് ഒരു രോഗിയാക്കി, ഇനിയിപ്പോൾ നാളെ മുതൽ സർവീസ് പണി തുടങ്ങും എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്യുമ്പോൾ എഞ്ചിൻ പണി കുറയുമെന്ന ഇവിടുത്തെ ധർമ്മൻ ഡോക്ടറുടെ പോളിസി എന്ന് ലച്ചുവും പറയുന്നുണ്ട്. ആ വൈഷ്ണവി ഉണ്ടല്ലോ, അവളാള് മിടുക്കിയ, നിങ്ങൾ വൈകിയപ്പോഴേ ഞങ്ങൾക്ക് രണ്ടാൾക്കുമുള്ള കഞ്ഞി ഇവിടെ കൊണ്ടുവന്ന് തന്നു എന്ന് ശിവരാമേട്ടൻ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും കഞ്ഞി കൊടുക്കുന്നവരെയൊക്കെ അച്ചായന് വലിയ ഇഷ്ടമാ, 3 നേരവും കഞ്ഞി കൊടുത്താൽ ഡോക്ടർ മിടുക്കിയാവും എന്ന് ലില്ലിക്കുട്ടിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ശിവരാമേട്ടൻ ലച്ചുവിനെ നോക്കിക്കൊണ്ട് ലില്ലിക്കുട്ടിയോടായി പറയുന്നുണ്ട്, അതെ, കുഞ്ഞിലെ ഇവര് രണ്ടുപേരെയും കണ്ട ഞങ്ങളുടെ അമ്മയ്ക്ക് പോലും തെറ്റിപ്പോവുമായിരുന്നു, പക്ഷേ സ്വഭാവം കണ്ട അപ്പോൾ അറിയാം ആരാ ലച്ചു ആരാ സരസു എന്ന്. സരസ്വതി ആരെ കണ്ടാലും ചിരിക്കും, ഇത് കുസൃതി ലച്ചു. ലച്ചുവിന് ആകെ ഒരു പിരിപിരിപ്പായിരുന്നു. കുറച്ചു വലുതായപ്പോൾ കണ്ടാലറിയാം സരസു പൊട്ടുകുത്തുമായിരുന്നു, ലച്ചു പൊട്ടുകുത്തില്ല. ഒരാള് പൂവയ്ക്കും, മറ്റേയാൾക്ക് അത് ഇഷ്ടമേ അല്ലായിരുന്നു എന്നൊക്കെ ശിവരാമേട്ടൻ പറയുന്നത് ലച്ചുവും സമ്മതിക്കുന്നുണ്ടേ. ഒരാള് മുടി മെടഞ്ഞിടും, മറ്റേയാള് പൊക്കി കെട്ടിവെക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടുവെച്ച ലക്ഷ്മിയെ നോക്കിക്കൊണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലച്ചു പൊട്ടുകുത്തി കാണുന്നതെന്ന് ശിവരാമേട്ടൻ പറയുന്നുണ്ട്. ലക്ഷ്മി അപ്പോഴേക്കും ആകെ പരിഭ്രമത്തോടെ തൻ്റെ പൊട്ടിൽ തൊട്ടു നോക്കിക്കൊണ്ട് ടെൻഷനോടെ റജിയെ നോക്കിക്കൊണ്ട് അത് പിന്നെ എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും, അതേതായാലും നന്നായിടി, നിന്നെ ഇങ്ങനെ പൊട്ടോടെ കാണുമ്പോൾ എനിക്കെൻ്റെ സരസുവിനെ ഓർമ്മ വരും, ലച്ചുവിനെ കാണുമ്പോൾ സരസുവിനെ എനിക്ക് ഓർക്കാലോ എന്ന് ശിവരാമേട്ടൻ സങ്കടത്തോടെ പറയുമ്പോഴേക്കും ലച്ചു ശിവരാമേട്ടൻ്റെ ശ്രദ്ധ തിരിക്കാനായി, നാളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങല്ലേ ശിവരാമേട്ട, അപ്പോൾ ഇന്ന് നേരത്തെ കിടന്നുറങ്ങിക്കോ, നാളെ നമുക്ക് കാണാം, കിടന്നുറങ്ങെൻ്റെ ഏട്ടാ, അപ്പോൾ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. ലക്ഷ്മി പോകുമ്പോഴേക്കും ശിവരാമേട്ടനും ആകെ ടെൻഷനോടെ ലില്ലിക്കുട്ടിയോടായി പറയുന്നുണ്ട്, സരസ്വതിനെ പറ്റി പറഞ്ഞത് അവൾക്ക് ടെൻഷനായി എന്ന് തോന്നുന്നു. അതെ, സരസ്വതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ലക്ഷ്മിയുടെ മുഖം നല്ല വാടി, താനും അത് ശ്രദ്ധിച്ചെന്ന് ലില്ലിക്കുട്ടിയും പറയുന്നുണ്ട്. ശിവരാമേട്ടൻ അത് കേട്ട് ടെൻഷനോടെ കണ്ണടച്ച് കിടക്കുമ്പോഴേക്കും ആകെ ടെൻഷനോടെ റജിയും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽപ്പുണ്ടേ. ശിവരാമേട്ടൻ്റെ റൂമിൽ നിന്നിറങ്ങിയ ലക്ഷ്മിയും ആകെ സങ്കടത്തോടെ തൻ്റെ റൂമിലേക്ക് കയറുമ്പോഴേക്കും പിന്നാലെ തന്നെ റജിയും അങ്ങോട്ട് വരുന്നുണ്ടേ. അപ്പോഴേക്കും ഹെൻറിയെ മൊബൈലിൽ വിളിച്ച് കിട്ടാത്തോണ്ട് ലക്ഷ്മി ഒരു വോയിസ് മെസ്സേജ് അയക്കുകയായിരുന്നു. ഹേയ് ഹെൻറി, വേർ ആർ യു ഡിയർ, പ്ലീസ് ബിക്കം എ കോൾ എന്ന് മെസ്സേജ് അയച്ചുകൊണ്ട് ലക്ഷ്മി സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. റേച്ചി അങ്ങോട്ട് വന്നിരിക്കുമ്പോഴേക്കും ശിവരാമേട്ടൻ സരസ്വതിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എനിക്കത് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ലടാ, ഒരുമാതിരി ശിവരാമേട്ടനെ പറ്റിക്കുന്നത് പോലെ എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും എനിക്കുമുണ്ടപ്പാ ആ പ്രശ്നമെന്ന് റജിയും പറയുന്നുണ്ട്. ഹെൻറി ആണെങ്കിൽ ഫോണും എടുക്കുന്നില്ല എന്ന് ലക്ഷ്മി ടെൻഷനോടെ പറയുമ്പോഴേക്കും ഹെൻറി പാപ്പൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും, തിരിച്ചു വിളിക്കും, അപ്പാ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ് എന്ന് റജി പറയുമ്പോഴേക്കും എങ്ങനെ കിടന്നുറങ്ങാനാടാ, ഇവിടെ നീ കണ്ടില്ലേ മൊത്തത്തിൽ കുഴഞ്ഞിരിക്കുവാടാ, എന്തൊക്കെയാ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷനോടെ ഇരിക്കുന്ന ലക്ഷ്മിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടീച്ചറമ്മ ലക്ഷ്മിയെ വിളിച്ച് തനിക്ക് ലച്ചുവിനെ കാണണമെന്നും കുറേ സമയം സംസാരിക്കണമെന്നും പറയുന്നതും ലക്ഷ്മി അത് സമ്മതിക്കുന്നതും കൃഷ്ണചന്ദ്രൻ സാറിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ റെക്കമെൻഡ് ചെയ്ത് വിളിച്ച രാധയെ മഹേഷ് വന്ന് ചോദ്യം ചെയ്യുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.